ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ സഖ്യക്കുട്ടി സ്കൂൾ വിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ചായയും കുളിക്കാനുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഇന്ന് എണ്ണക്കടിയോ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ഇന്ന് കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ചോറ് കൊടുക്കാമെന്ന്. ബീഫോ ചിക്കനോ ഉണ്ടെങ്കിൽ അവർക്ക് ചോറ് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്നും കടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പ്രതീക്ഷിച്ച് നിൽക്കുമല്ലോ. പിന്നെ ഞാൻ എല്ലാം ഒന്ന് സെറ്റായി വരണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എപ്പോഴും കടിയൊന്നും ഉണ്ടാക്കലില്ല. അപ്പോൾ അതാ നമ്മുടെ മേലുള്ള മോൾ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. സഖിക്കുട്ടീൻ്റെ കൂടെ കാണലില്ലേ മോന്, അവൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അതാ ഞങ്ങൾ പോയി സഖിക്കുട്ടീനൊക്കെ കൂട്ടിയിട്ട് വന്നു. സ്കൂളിലേക്ക് കൊണ്ടുപോയ സ്നാക്സ് ബോക്സും അതുപോലെ പ്ലേറ്റും എല്ലാം ഒന്ന് എടുത്ത് വെക്കുകയാണ് ബാഗിൽ നിന്ന് അപ്പം തന്നെ. അല്ലെങ്കിൽ പിന്നെ അത് അതിൽ വെച്ചിട്ട് മറന്നു പോകും. ഞാൻ വന്നപാട് തന്നെ അതൊക്കെ എടുത്ത് വെക്കലുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ അതാ ചോറ് കൊടുക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വന്നപാട് സ്കൂൾ വിട്ട് വന്നപാട് തന്നെ പെട്ടെന്ന് ഇന്നിപ്പോൾ മേല് മാത്രമാണ് കേട്ടോ കഴുകിയിട്ടുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം സ്കൂളില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കും വൈകുന്നേരം തിരക്കിട്ട് അങ്ങനെ തല കഴുകണ്ടെന്ന്. ഇനിയിപ്പോൾ അതാ രാവിലെ നമ്മൾ അലക്കുന്ന പണിയാണെങ്കിൽ വൈകുന്നേരം അത് എടുത്തു വെക്കലും മടക്കി വെക്കലും ഒരു പണി തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ അതാ ഞാൻ തുണികളൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മഞ്ഞ് വീഴൽ തുടങ്ങും. അപ്പോൾ ആ ചൂടോടെ തന്നെ എടുത്ത് അങ്ങ് മടക്കി വെക്കുകയാണെങ്കിൽ അതൊരു നീറ്റിൽ നിന്നോളല്ലേ വെച്ച് പെട്ടെന്ന് തുണികളൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സഖിക്കുട്ടിയും പുറകെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. മുടിയൊക്കെ രണ്ട് വശത്ത് കെട്ടിയത് അഴിക്കാൻ തന്നെ സമ്മതിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് തല കഴുകണ്ടല്ലോ, കുറച്ച് നേരം അങ്ങനെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് ചുരുട്ടി വെച്ചിട്ടേ ഉള്ളൂ. തുണികളൊക്കെ എടുത്ത് വെക്കൽ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ട്യൂഷനുള്ള കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവന് ട്യൂഷനൊക്കെ എടുത്തു. ആ സമയം തന്നെ സഖ്യക്കുട്ടിക്കും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും കേട്ടോ. ചിലപ്പോൾ അല്ലെങ്കിൽ അവൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ അതാ ഞാൻ ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഷെഫീക്ക നേരം വൈകിട്ടാണ് വരിക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കറിയൊക്കെ വെക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മമ്പയർ വെക്കാമെന്ന്. ഞാൻ എളുപ്പപ്പണിക്ക് വെക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഈ മമ്പയർ. അപ്പോൾ ഇത് വൻപയർ. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ ഇതിൻ്റെ ചുവ ഇഷ്ടപ്പെട്ടോളണമെന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്കും ഇഷ്ടമാണ് കേട്ടോ. സഖിക്കുട്ടിക്കും ഇഷ്ടം, എനിക്കും ഷെഫീക്കാക്കൊക്കെ ഇഷ്ടം അങ്ങനെ വെച്ചാൽ. പിന്നെ ഞാൻ തേങ്ങയൊന്നും അരയ്ക്കലില്ല. വെറുതെ തന്നെ ഇതാ ഒരു വെല്ലുള്ളീൻ്റെ കഷ്ണവും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ടൊന്ന് വേവിച്ച് എടുക്കും. എന്നിട്ട് കടുകിട്ടൊന്ന് വറവിടുകയാണ് കേട്ടോ ചെയ്യുള്ളൂ. താളിച്ചെടുക്കാമെന്നറിയില്ലേ അതന്നെ. അപ്പോൾ ഇതാ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുക്കർ അടച്ച് വെച്ചിട്ട് നല്ല അത്യാവശ്യം വേവുണ്ടല്ലോ ഈ വൻപയറിന്. അപ്പം അതും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ചോറൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ആയിക്കോളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു. അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ നേരം വൈകുമെന്നൊക്കെ പറഞ്ഞ ആൾ പിന്നെ ഇതാ കുറച്ച് മീനും വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഉള്ള കറിയും കൊണ്ടൊക്കെ ഒപ്പിക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതാ മത്തി കൊണ്ടുവരുന്നത്. അപ്പോൾ പണിയായി. അപ്പോൾ എന്തായാലും ഇതാ അതൊക്കെ നന്നാക്കി കുറച്ച് കറിയും വെക്കണം, കുറച്ച് പൊരിക്കും കൂടെ ചെയ്യണം. എല്ലാം കൂടെ ഞാൻ പൊരിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ കുറേ ഇല്ലേ, അത് മുഴുവനും കൂടെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. കുറച്ച് കറി വെച്ചാൽ നമുക്ക് രാവിലെ കടിക്കും കൂട്ടാമല്ലോ വിചാരിച്ചിട്ട് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ മമ്പയർ വെന്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ബീഫിൻ്റെ ഒരു വേവ് തന്നെ ഉണ്ടല്ലോ ഇതിന്. അല്ലെ പിന്നെ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട് വെക്കാൻ ചിലപ്പോൾ നിൽക്കലില്ല. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് മീൻ കറിക്കുള്ളതും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച് വന്നപ്പം അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇടയ്ക്ക് പിന്നെ എന്തെങ്കിലും കഷ്ണം മീനൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അത് വെട്ടിക്കൊണ്ടുവരും. അപ്പോൾ നമുക്ക് കുറച്ച് സമാധാനമാണ്. അധികം ഇങ്ങനെ തന്നെയാണ് കേട്ടോ കൊണ്ടുവരൽ. അപ്പോൾ എനിക്ക് പിന്നെ ശീലമായതുകൊണ്ട് പിന്നെ വലിയ വിഷയമല്ല. അപ്പോൾ ഞാൻ കറിയിലേക്കുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊരിക്കാനും വേണ്ടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ കുറച്ച് സുർക്കയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുകയാണ് കേട്ടോ. സാധാ നമ്മുടെ നോർമൽ മസാല. അപ്പോഴത്തേക്ക് ഇതാ കറിയും വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റേ അടുപ്പ് കത്തിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മൊത്തത്തിൽ അങ്ങോട്ട് പെരക്കിയാൽ നമുക്ക് തുടക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു അടുപ്പ് തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മമ്പയർ ഒന്ന് വറവിട്ടെടുക്കാണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുത്തതാ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ചട്ടിയിൽ തന്നെ നമ്മുടെ മീനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്.
നമ്മുടെ സെക്യക്കുട്ടീൻ്റെ ബർത്ത്ഡേക്ക് മുറിക്കുന്ന കേക്കിൻ്റെ കത്തിയാണ് കേട്ടോ അത്. ഞാൻ ഇങ്ങനത്തെയൊക്കെ എടുത്ത് വെക്കും. കാരണം നമുക്ക് മീനൊക്കെ മറിച്ചിടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഉപകാരമാണ് കേട്ടോ അത്. നമ്മുടെ ശരിക്കും സാധാ കത്തി കൊണ്ടാണ് ഞാൻ മറിച്ചിടല്. അപ്പം നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് മരത്തിൻ്റെ ആകുമ്പോൾ സുഖമാണല്ലോ. അതുപോലെ തന്നെ നമ്മൾ വലിച്ചെറിയുന്ന ഒരു സാധനം ഉപയോഗപ്പെടുത്തിയതാണ് കേട്ടോ ഇതും. നമ്മുടെ കറണ്ട് അടുപ്പ് വാങ്ങിയപ്പോൾ കിട്ടിയൊരു തെർമോക്കോളിൻ്റെ കഷ്ണമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അരിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഇതാ നമ്മുടെ എഗ്ഗ് വെക്കുന്ന ഒരു ട്രേ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് വെക്കുമ്പോൾ അവിടെ വെച്ചപ്പോൾ ഒരു ഭംഗിയുണ്ട് കാണാനും, അത്യാവശ്യം സ്പേസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ എഗ്ഗ് ട്രേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ വൻപയറിൻ്റെ കറി നല്ലോണം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കറികളൊക്കെ ഇങ്ങനെ നല്ലോണം ഒഴിച്ച് കഴിക്കുമ്പോഴാണ് രസം. പിന്നെ ഇതാ പൊരിച്ച മീനും എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറീൻ്റെ ചാറ് മാത്രമാണ് കേട്ടോ മീൻ കറീൻ്റെ ഒഴിച്ചിട്ടുള്ളൂ. എനിക്ക് കറി വെച്ച കഷ്ണത്തിനോട് അത്ര താല്പര്യം ഇപ്പം ഇല്ല. അതൊരു വേണ്ടാത്ത ശീലമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ചാറ് മാത്രം ഒഴിച്ച് കൊടുത്ത് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ നമ്മൾ രാവിലെ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ രാത്രിയും കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മീനൊക്കെ പൊരിച്ചുകൊണ്ട് തന്നെ നല്ല സ്മെല്ല് ഉണ്ടാവില്ലേ അടുക്കളയൊക്കെ, പ്രത്യേകിച്ച് മത്തിയൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ലിക്വിഡോ അങ്ങനെയൊക്കെ ഇട്ട് തുടച്ച് വൃത്തിയാക്കുകയാണെങ്കിൽ ആ സ്മെല്ലൊക്കെ അങ്ങ് ഒഴിവായി കിട്ടിക്കോളും. രാവിലെ എങ്ങനെയാണോ വൃത്തിയാക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ രാത്രി നമ്മുടെ കിച്ചണൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ കുറച്ച് പാത്രം മാത്രം കേട്ടോ കഴുകാനുള്ളൂ. ഇപ്പോൾ ഫുഡ് കഴിച്ചത് മാത്രം. അപ്പോൾ അതും കൂടെ ഒന്ന് പെട്ടെന്ന് കഴുകി വെക്കട്ടെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സിങ്കിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. സിങ്ക് എന്നും നമ്മൾ പാത്രം കഴുകുന്ന പോലെ തന്നെ ഉരച്ച് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം അതിങ്ങനെ നമ്മൾ കഴുകാതെ വെച്ച് വെച്ച് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഡ്ജിലൊക്കെ ഇങ്ങനെ കറ പിടിച്ച് ആകെ വൃത്തികേടായി പോകും. അപ്പോൾ നമ്മുടെ കിച്ചണും അതുപോലെ തന്നെ ബാത്റൂമും കണ്ടാൽ അറിയാം ആ വീട്ടിലെ വൃത്തി എന്നുള്ളത് പറയൂലേ, പൊതുവെ അങ്ങനെ പറയപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും അതുപോലെ തന്നെ പ്രധാന ഭാഗമാണ് ഈ സിങ്ക്. അത് നല്ല പോലെ തന്നെ കഴുകി തുടച്ച് വൃത്തിയാക്കി ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് കുട്ടികളും വലിയവരൊക്കെ നമ്മുടെ കിച്ചണിലുള്ള സിങ്കിൽ വന്നിട്ട് പല്ല് തേക്കുക. അതുപോലെ തന്നെ കൈയൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൈ കഴുകുന്നത് വിഷയമല്ല, നമ്മൾ വായിലൊക്കെ വെള്ളമാക്കിയിട്ട് അങ്ങനെ തുപ്പുകയൊക്കെ ചെയ്യൂലേ. അപ്പോൾ നമ്മുടെ കുട്ടികളോടാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. കാരണം നമ്മൾ പാത്രങ്ങളൊക്കെ ഇട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അത് ഭയങ്കര എന്താ പറയുക, ഒരു വൃത്തികെട്ടൊരു സ്വഭാവം തന്നെ പറയില്ലേ, അത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യുന്നതെന്നല്ല, ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ആ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മീ അർഷിത. ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും.